പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് കോൺഗ്രസും UDF. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചയച്ചത് അല്പ 2 മാസം മുൻപാണ്. വലിയൊരു ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിച്ചയക്കാൻ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ UDFന്റെ പ്രവർത്തകർ വളരെ സന്നദ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലമ്പൂരിലുള്ളത്. അത് പിന്നെ രാജിയുടെ കാരണവും ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അത് അദ്ദേഹം പറയട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂർ സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് ഈ കരുത്ത് പറയാം. ഇതിപ്പോ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ പലപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതം, ചിലർക്ക് പ്രതീക്ഷിതമാണ്, ചിലർക്ക് അപ്രതീക്ഷിതമാണ്. എന്തായാലും അതിനെക്കുറിച്ച് ഒരു കമന്റ് ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാൻ നിലമ്പൂർ മണ്ഡലം സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ഭൂരിപക്ഷത്തിന്, ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിന്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ മലയോര മേഖലയിൽ നിന്ന് സ്ഥാനാർത്ഥിയാവണം, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാവണം, പേരൊക്കെ പറഞ്ഞത് അതൊക്കെ പാർട്ടിയും UDF ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നില്ല. ആരാണ് ആര്യാടൻ ചോദിക്കുന്നതെന്നാണ് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. സിനിമ എടുത്ത് നടക്കുന്ന ആളല്ലേ, അത് കുഴപ്പമില്ല. അതിനൊന്നും ഇപ്പൊ ഞാൻ മറുപടി പറയുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ പൊതുപ്രവർത്തകൻ അങ്ങനെ പ്രത്യേകിച്ച് കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് ഹൈക്കമാൻഡ് ഒക്കെയാണ്. അങ്ങനെ ഒരു ഇടതുപക്ഷത്തിന് ഒരു MLA അല്ലെങ്കിൽ ഇടതുപക്ഷ MLA അങ്ങനെ പറയുന്നത് ശരിയാണ്? അല്ല, അത് ശരി. അതിന്റെ ശരികേടിനെ കുറിച്ചും അതിന്റെ ശരിയെക്കുറിച്ചും ഒന്നും ഞാൻ ഇപ്പൊ കമന്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ പാർട്ടിയും UDF ഒക്കെ എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, നേതൃത്വം എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ച് ഞാനൊന്നും ഇപ്പൊ കമന്റ് ചെയ്യുന്നില്ല. നിലമ്പൂരിൽ മത്സരം ഉണ്ടാവുകയാണെങ്കിൽ UDFിന് അൻവർ പിന്തുണ, നിരവാദിക പിന്തുണ എന്നാ പറയുന്നത്. അതിന് അൻവർ പിന്തുണ UDFിന് അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ നിലമ്പൂരിൽ പിന്തുണ ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്നൊക്കെ UDF എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ പിന്തുണയും ആഗ്രഹിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും. അതിപ്പം ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായി നിരുപാധികമായി പിന്തുണ തരുന്നവരെയൊക്കെ പിന്തുണ വേണ്ട എന്നൊന്നും ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല, ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ ആ സമയത്ത് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ നേതൃത്വം അത് ഈ കാര്യത്തിൽ ചർച്ച ചെയ്ത് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസ് നിലയിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ നിലമ്പൂരിൽ അങ്ങനെ ഒരു വോട്ടർമാരെ സ്വാധീനിക്കത്തക്ക സ്വാധീനം ഈ കഴിഞ്ഞ വർഷം കൊണ്ട് അല്ലെങ്കിൽ 8 വർഷം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ നമ്മള് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ അല്ല ഇപ്പൊ. ഞാൻ പറഞ്ഞതാ, അദ്ദേഹം ആദ്യം എവിടെയെങ്കിലും നിൽക്കട്ടെ, നിന്നിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഏതാ അതല്ല. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ കാലത്ത് UDF കഴിഞ്ഞ 8-9 വർഷമായി ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് എല്ലാ പ്രശ്നങ്ങളും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. VS ജോയിയുടെ പേരാണ് PV അൻവർ നിർദ്ദേശിക്കുന്നത്. ഈ വന്യമൃഗാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യുന്ന നേരിടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കൂടിയാണ്. അല്ല, അതൊക്കെ ഞാൻ അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഇപ്പൊ എന്റെ അഭിപ്രായമായിരിക്കില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ തമ്മിൽ തന്നെ 2 പേരുണ്ടെങ്കിൽ 2 പേർക്ക് 2 വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ലേ? അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു, അതിനത്രയേ ഉള്ളൂ. സജീവമായുള്ളതാണ് മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ. അങ്ങനെയുള്ള ഒരാളെ ആരാണ് ആര്യാടൻ സിനിമാക്കാരനല്ലേ എന്ന് പറയുന്നതിന് പിന്നിൽ ഈ അൻവറിന്റെ ആ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ്? അല്ല, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ അതിനെ കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, വനമേഖലയുടെ കാര്യത്തിൽ ജോയ് വരണമെന്ന് അൻവർ പറയുമ്പോൾ താങ്കൾ തന്നെ ആദ്യം പ്രതികരണം നടത്തിയത് ഇങ്ങനെയായിരുന്നു. അതായത് അൻവറിന് ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ വൈകി എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പോ അത് അൻവർ പറയുന്നതിന് ഒരു വൈരുദ്ധ്യം താങ്കൾക്ക് എന്തെങ്കിലും? അല്ല, അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഞങ്ങളെല്ലാവരും ഇവിടെ ഞാനായാലും ജോയി ആയാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ജോയി DCC പ്രസിഡന്റാണ്, ഞാൻ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനൊന്നും തർക്കമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പേര് നിർദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പ്, അപ്രതീക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും നിലമ്പൂർ, അതാണ് നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്.
അപ്പൊ ആ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സദാ സന്നദ്ധമായി നിൽക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ട്. കാരണം ഞങ്ങളിവിടെ കഴിഞ്ഞ പാർലമെന്റ് 2 മാസം മുൻപ് നടന്ന 2-3 മാസം മുൻപ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും 63,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ അത്രയല്ലെങ്കിലും അതിനടുത്തൊക്കെ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും അല്ല. അത് പാർട്ടി ആവശ്യപ്പെടുമ്പോഴല്ലേ അതൊന്നും കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ആരായാലും നമുക്കൊരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് ഒരു നിരുപാധികമായ പിന്തുണ തന്നു കഴിഞ്ഞാൽ ആരാ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല. അതിൽ സംശയം എന്താ ഉള്ളത്?